പോകാൻ പോണത് എന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്ക് എനിക്കിടോ അന്നെ ഞാൻ കണ്ട കുട്ടികളെ എടുക്കാൻ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. മാമ അമ്മമ്മോയ് ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് പോയത് അമ്മരെ വീട്ടിൽ കേട്ടോ, ഞങ്ങളുടെ സ്വന്തം തിരുവങ്ങാടി. വൈകുന്നേരം തൊട്ട് പ്ലാൻ ചെയ്ത് കേട്ടോ, ഇന്ന് പോകണം എന്ന്. അങ്ങനെ പോക്ക് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 7 മണിയായപ്പോൾ മാമ വിളിച്ചു, നിങ്ങൾ വരുന്നില്ലേ വെച്ചിട്ട്. പിന്നെ എന്തായാലും റീപ്ലാൻ ചെയ്തു ഗൈസ്. ചെന്ന പാടെ തന്നെ അന്നുൻ്റെ മെയിൻ മഞ്ചിട്ടിട്ടോ. മാമ എപ്പോഴും മഞ്ച കൊണ്ടല്ലേ, അതുകൊണ്ട് അന്നു ഇടയ്ക്ക് മാമനെ മഞ്ചു മാമെന്ന് വിളിക്കലുണ്ട്. ഞങ്ങൾ പോയത് പെരുന്നാളിൻ്റെ അന്നാട്ടോ, അതുകൊണ്ട് തന്നെ അടുക്കള നിറച്ച് തിന്നാനുള്ള സാധനങ്ങൾ ഗൈസ്. അതിൻ്റെ കൂടെ അമ്മായിയുടെ സ്പെഷ്യൽ ചിക്കൻ വറുത്തുണ്ടായിട്ടോ. ഞങ്ങളെത്തിയപ്പോൾ അമ്മായി ചിക്കൻ വറുക്കുന്നത്. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ മാമയ്ക്ക് കൊടുത്തിട്ടോ. മാമയ്ക്ക് ഇഷ്ടമുള്ള നുറുക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നത്. അതിനിടയിൽ നമ്മൾ അമ്മായി ഗുലാബ് ജാമുൻ ഇട്ട് വരുന്നത്. ഒരു വയറും കൂടി വാടകയ്ക്ക് എടുത്ത് വന്നാൽ മതി കേട്ടോ, എന്നൊക്കെ സെറ്റ് ചെയ്യും. ഗുലാബ് ജാമുൻ പണ്ടൊരു വികാരമല്ലേ. ഹെവി മധുരനെ കൊണ്ട് ലാൽത്താട്ടനും അമ്മയ്ക്കൊന്നും വേണ്ടറിണ്ടാ. പിന്നെ ഞങ്ങൾ രണ്ടാളിരുന്ന് തീർത്ത്. ഇനി വരാൻ പോണ വിഷുവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊന്നമരത്ത് നല്ല കൊന്നൊക്കെ ഉണ്ടായിട്ടാ. പിന്നെ അമ്മയും മോള് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിനായിട്ട് അതൊക്കെപ്പറ്റാവേണ്ട വെച്ചിട്ട് കുഞ്ഞാവ് ഇറങ്ങി പോകണ്ടേ. അടുക്കളയിൽ പോയി പാത്രം തന്നപ്പോൾ കുഴിമന്തി, കളറുള്ള കുഴിമന്തി, ബിരിയാണി, കളറില്ലാത്ത കുഴിമന്തി, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇത്രയും വെറൈറ്റി ഉണ്ടായിട്ടും ഞങ്ങളുടെ റിയയ്ക്ക് ഞങ്ങളിത് ഈ വെള്ള നിറത്തിലുള്ള ചോറോട്ട് കൊടുക്കാൻ പോണത്. അടുക്കള മറ്റത്തേക്ക് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കേട്ടോ മുല്ലപ്പൂ കൊടുക്കണ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കാണുന്നിടത്തുള്ള കണ്ട് പെറുക്കിയിട്ടാ. അപ്പോഴാണ് അമ്മായി പറഞ്ഞത് നാട്ടിലുള്ള എല്ലാ മക്കളും രാവിലെ ആകുമ്പോൾ ഈ മരത്തിനോട്ടുണ്ടാവും എന്നുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മരത്തും അത്യാവശ്യം നല്ല മുല്ലപ്പൂ ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം കുറവാണെന്ന് അമ്മായി പറയണത്. എന്നാലും ഞങ്ങൾ കാണുന്നിടത്തുള്ളതൊക്കെ പെറുക്കിയെടുത്തിട്ടാ. പിന്നെ അന്നുവിന് വേണ്ടി ജിഷ്ണൊക്കെ ഓർക്കൽ തുടങ്ങി. കോർത്തത് അന്നുവിന് വേണ്ടിയിട്ടാണെങ്കിലും വെച്ചത് ഞാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിൽ വരുന്ന സംസാരിച്ചു. മെയിൻ സംസാര വിഷയം കല്യാണം കേട്ടോ. ഇതുവരെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു കല്യാണങ്ങൾ, ഇനി തുടങ്ങാൻ പോകുന്നത് ഇവരുടെ വീട്ടിലാണ്. നല്ല സുന്ദരി മോളാണ് ഇപ്പോ. അപ്പോഴേക്കും തിന്ന ഗുലാബ് ജാമുനൊക്കെ ഏകദേശം തേച്ചിട്ടോ. കഴിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും വേണ്ടാത്ത അവസ്ഥയാവൂലേ. എല്ലാം ഒന്ന് ടേസ്റ്റ് വയ്ക്കുന്ന ശേഷം ഞാൻ സാദാ ചോറും ചിക്കൻ വറുത്തെടുത്ത് കഴിച്ചത് കേട്ടോ. ഭക്ഷണം കഴിച്ചപ്പോൾ ലാസ്റ്റ് ഇരിക്കാനും നിൽക്കാനും ഏത്ത അവസ്ഥ കേട്ടോ. പിന്നെ സിറ്റോട്ട് പോയിരുന്ന് പിന്നെയും സംസാരിക്കാൻ തുടങ്ങിട്ടോ. സമയം ഏറെക്കുറെ വൈകുന്ന കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരോടും യാത്ര പറയാൻ തുടങ്ങി. വീട്ടിൽ കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അമ്മമ്മയ്ക്കൊരു ഉമ്മ, അത് നിർബന്ധം കേട്ടോ. അപ്പം എത്രയുള്ള ഗൈസ്, ടാറ്റാ ബൈ, ഇറ്റ്സ് മീ സനി.